ഒരു കുടുംബത്തിൽ തന്നെ 8 10 ഒന്നാം സമ്മാനം, ഭർത്താവിന് ഒന്നാം സമ്മാനം, ഭാര്യയ്ക്ക് ഒന്നാം സമ്മാനം, മക്കൾക്ക് ഒന്നാം സമ്മാനം, ബന്ധുക്കൾക്ക് ഒന്നാം സമ്മാനം. കേരള സർക്കാർ ലോട്ടറിയുടെ കാര്യം, കേരള സംസ്ഥാന ലോട്ടറിയുടെ കാര്യം ഞാൻ പറയുന്നത്. ഇടയ്ക്ക് വെച്ച് ലോട്ടറി കണ്ണൂർ മാത്രമേ ഒന്നാം സമ്മാനം കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ വടക്കുള്ള ചില ജില്ലകളിൽ ബ്ലാക്ക് മണി വൈറ്റ് ആക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിലായിട്ട് ഇത് പത്രപ്രവർത്തനത്തിൽ പല തരത്തിലുള്ള റിപ്പോർട്ടിംഗ് രീതികളുണ്ട്. അന്വേഷണാത്മക പത്രപ്രവർത്തനമുണ്ട്, രാഷ്ട്രീയ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് ഉണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ, മനുഷ്യരുമായി ബന്ധപ്പെട്ട അവൻ്റെ വേദനകളും അവൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ, കൗതുക വാർത്തകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളുണ്ട്. അതിനകത്ത് ഏറ്റവും അടുത്ത കാലത്തല്ല, കുറച്ചു കാലം മുമ്പ് രൂപം കൊണ്ട ഒരു പത്രപ്രവർത്തന രീതിയാണ് വികസനോന്മുഖ പത്രപ്രവർത്തനം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ജേർണലിസം. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന കാലത്ത് ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അടിയന്തരാവസ്ഥ കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്നുള്ള ആശയം. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളോ അടിയന്തരാവസ്ഥ വിമർശിക്കുന്ന കാര്യങ്ങളോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പത്രക്കാർ മുഴുവൻ ഡെവലപ്മെൻറ്റ് ജേർണലിസത്തിന് പിന്നാലെയായിരുന്നു. പത്രങ്ങൾ മുഴുവൻ ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്ന പേര് പറഞ്ഞ് വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ വികസനാത്മകമായ റിപ്പോർട്ടുകൾ തേടി കുറേ യാത്ര ചെയ്ത ആളാണ്. അങ്ങനെ ഇരിക്കെ വളരെ വളരെ കാമ്പുള്ള, വളരെയേറെ ആഴത്തിൽ പഠിക്കേണ്ട, കേരളത്തെ സംബന്ധിച്ച്, ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ജനങ്ങളുടെ മുന്നിലെത്തിക്കേണ്ട ഒരു വിഷയം എൻ്റെ അടുത്തെത്തി. അത് കേരളത്തിലെ ജലസേചന പദ്ധതികളെക്കുറിച്ചാണ്. കേരളത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാം, 10-40ഓളം ജലസേചന പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്, ബഹുഭൂരിപക്ഷം പദ്ധതികളും പൂർത്തിയായിട്ടില്ല. ഈ പദ്ധതികളെക്കുറിച്ച് ഒരു നിയമസഭാ സമിതി അന്വേഷണം നടത്തി. അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് പക്ഷേ ആരും കണ്ടില്ല, അല്ലെങ്കിൽ അത് ആരും റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള ചെറിയ കണ്ടൻറ്റോടെ വാർത്ത അന്ന് പത്രത്തിൽ വന്നു. എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ ആരും പഠിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനും വേണ്ടിയുള്ള വിശദമായ ആ രീതിയിലായിരുന്നില്ല റിപ്പോർട്ട്. അപ്പോൾ എന്നോടന്ന് നിയമസഭയിൽ ഉദ്യോഗസ്ഥയായിരുന്ന എൻ്റെ ഒരു ബന്ധുവായ ഒരാൾ പറഞ്ഞു, ഈ റിപ്പോർട്ടൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും, എന്നെ സംബന്ധിച്ചൊരു നല്ല വാർത്ത ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ആ റിപ്പോർട്ട് പഠിച്ചപ്പോഴേ അതിൻ്റെ കണ്ടൻറ്റ് ഇതായിരുന്നു: കേരളത്തിലെ ഈ ജലസേചന പദ്ധതികൾ തുടങ്ങിയിട്ട് ഏകദേശം അന്ന്, ഞാനിത് എഴുതുന്നത് 1990കളിലാണെന്ന് ഓർക്കണം, അന്ന് തന്നെ ഏകദേശം 10-20 വർഷത്തിലേറെയായി ഈ പദ്ധതികൾ തുടങ്ങിയിട്ട്. ആദ്യത്തെ പദ്ധതി തുടങ്ങിയിട്ട് തന്നെ 20 വർഷത്തിൽ കൂടുതലായി. ആ സമയത്ത് തന്നെ ഏകദേശം 10-20 പദ്ധതികൾ തുടങ്ങി പാതി വഴിയിൽ നിൽക്കുകയാണ്. അല്ല, പാതി വഴിയിലല്ല, 1-2 എണ്ണം പാതി വഴിയിൽ, ബാക്കിയൊക്കെ തുടങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇത് ഈ പദ്ധതികളൊക്കെ സംഭവിക്കുന്നത് ഓരോ പദ്ധതി ഓരോ മന്ത്രിയുടെ കാലത്ത്, ഓരോ കാലത്തെ മന്ത്രിമാരുടെയോ ചില MLA-മാരുടെയോ താല്പര്യപ്രകാരം അവരുടെ മണ്ഡലത്തിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യും, ശിലാസ്ഥാപനം നടത്തും, കല്ലിടും, അതുമാത്രം. എന്നിട്ട് അതിന് 1 കോടി രൂപയോ 2 കോടി രൂപയോ ബജറ്റിൽ വകയിരുത്തും. ഒരു 5-6 ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിയമിക്കും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. അതവിടെ കിടക്കും. ഈ ഉദ്യോഗസ്ഥന്മാരുടെ യൂണിറ്റ് അവിടെ ഉണ്ടാക്കും. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നതോടുകൂടി ഇവരുടെ ഓഫീസിൽ കുറേ പുതിയ തസ്തികകളുണ്ടാവും, കുറേ പേർക്ക് പ്രൊമോഷൻ കിട്ടും, കുറേ ഒഴിവുകൾ വരും. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ വെറുതെ കുത്തിയിരിക്കുകയാണ്. ഈ ഡാം സൈറ്റിൽ പോയി അവിടെ ഒരു വീടും വാടകയ്ക്ക് എടുത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠനം ഇങ്ങനെ തുടരും. അടുത്ത വർഷമാകുമ്പം പുതിയ ബജറ്റിൽ പുതിയൊരു ഇറിഗേഷൻ പദ്ധതി. നിങ്ങൾക്ക് കല്ലട ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ചറിയാം, മൂവാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയെക്കുറിച്ചറിയാം, പഴശ്ശി പദ്ധതിയെക്കുറിച്ചറിയാം. അങ്ങനെ കുറേ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങളറിയാത്ത ഒട്ടേറെ ചെറിയ പദ്ധതികളുമുണ്ട്. ഈ പദ്ധതികൾ ഒരിക്കൽ തുടങ്ങി ഒരിക്കലും പൂർത്തിയാകാതെ ഇങ്ങനെ നീണ്ടു പോകുമ്പോഴേ ഇതിൻ്റെ നിർമ്മാണ ചെലവുകൾ
തുടങ്ങിയ കാലത്ത് ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ നിർമ്മാണ ചെലവ് എസ്റ്റിമേറ്റ് 10 കോടിയായിരുന്നെങ്കിൽ ഇന്നത് 50 കോടിയായിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ 10 കോടി ഈ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ഇപ്പം തന്നെ ഒരു 20 കോടി ചിലവാക്കി കഴിഞ്ഞു. പക്ഷേ പദ്ധതി അവരുടെ എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും ഇവരുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ചിലവാക്കിയതല്ലാതെ. കാരണം ഇവർക്ക് കൊടുക്കാൻ ബജറ്റിൽ പണമില്ല. എല്ലാ വർഷവും ഇവർക്ക് കൊടുക്കുന്നത് 50 ലക്ഷം 25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ശമ്പളം കൊടുക്കാനേ തികയുള്ളൂ. അപ്പോൾ പക്ഷേ അടുത്തൊരു പദ്ധതി വീണ്ടും കമ്മീഷൻ ചെയ്യുന്നു, സോറി തറക്കല്ലിടുന്നു. പുതിയൊരു MLA പറയുന്നു എൻ്റെ നാട്ടിൽ വേണം പദ്ധതി, അവിടെയും ഉണ്ടൊരു പുഴ, അവിടെയും ഉണ്ട് കൃഷി. അപ്പോൾ എന്തിനാ? കേരളത്തിലെ കൃഷി വികസിപ്പിക്കാൻ വേണ്ടിയാണ്, കേരളത്തിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ്, കേരളത്തിലെ എല്ലാ ഭൂമിയും ഫലഭൂയിഷ്ടമാക്കുക, ജലസേചനം എല്ലായിടത്തും എത്തിക്കുക, കൂടുതൽ കൃഷി വരുന്നു, കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ വരുന്നു. അങ്ങനെ കേരളം അങ്ങ് പെട്ടെന്ന് ഒരു കർഷക നാടായി, ഫലസമൃദ്ധമായി, കർഷകരെ അങ്ങ് ഉദ്ധരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ഓരോ വർഷവും ബജറ്റിലൂടെ കേരളത്തിലെ ജലസേചന പദ്ധതികൾക്കായിട്ട് പമ്പ് ചെയ്യുക. ഇതാണ് MLA മാർ പഠിച്ചിരിക്കുന്നത്. അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ പഠിച്ച റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ്. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ തുടങ്ങി നല്ലൊരു വിഷയമാണല്ലോ, ഞാനിതെടുത്തു. എന്നിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒക്കെ പഠിച്ചു, കണക്കുകളെടുത്തു. അപ്പം ഞാൻ എന്നിട്ട് അന്നത്തെ മന്ത്രിയെ പോയി കണ്ടിട്ട് മന്ത്രിയോട് ചോദിച്ചു. മന്ത്രിക്ക് കാര്യങ്ങളറിയാം. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഗ്രാഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അപ്പം ഞാൻ ആർട്ടിസ്റ്റിനെ, നമ്മുടെ മനോരമ തന്നെ ഇരുന്ന ആർട്ടിസ്റ്റിനെ വെച്ച് സഹായത്തോടു കൂടി ഒരു ഗ്രാഫ് ഉണ്ടാക്കി. അതായത് ഒരു പദ്ധതി എന്ന് ആരംഭിച്ചു, ആദ്യം എത്ര കോടി മുടക്കി, ഇപ്പോൾ എത്ര വർഷമായി, എത്ര രൂപ ഇതുവരെ അതിന് ചിലവഴിച്ചു, ഇതിൻ്റെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു, ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് എത്രയാണ്. ഇങ്ങനെ 20 പദ്ധതികളുടെയും ഞാനൊരു ഗ്രാഫ് ഉണ്ടാക്കി. ആ ഗ്രാഫ് കൂടെ വെച്ചിട്ട് ഞാനൊരു വാർത്ത എഴുതി. ഒരു ഒറ്റ അധ്യായം, അല്ലാതെ പരമ്പരയൊന്നും എഴുതാനായിട്ട് പറ്റിയില്ല. ഒറ്റ വാർത്ത മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഫുൾ പേജായിട്ടാണ് വാർത്ത വന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ, ഇത്രയേറെ കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെ തകർക്കുന്ന ഇത്രയും വലിയൊരു വാർത്ത. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ കേരളം ചർച്ച ചെയ്യും, നാളെ അസംബ്ലിയിൽ ഇത് വലിയ സംഭവമാകും, രാഷ്ട്രീയക്കാർ ഇതിനോട് പ്രതികരിക്കും. എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നുപോയി. ഇതാരും ചർച്ച ചെയ്തില്ല. ഒരാൾ പോലും, നമ്മുടെ അടുത്ത ചില സുഹൃത്തുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു നന്നായിട്ട് കൊള്ളാമെന്നുള്ളതല്ലാതെ, സാധാരണത്തിൽ ഞാൻ മുമ്പ് എഴുതിയ പല വാർത്തകളും വലിയ ചർച്ചയായെങ്കിൽ ഈ വാർത്ത ഒരു ചർച്ചയാകുന്നില്ല. എനിക്കൊരു സങ്കടമായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രശംസിക്കുന്നുണ്ടെങ്കിലും ഇതിലാർക്കും താല്പര്യമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഖജനാവിലെ പണം കോടിക്കണക്കിന് രൂപ ചോരുന്ന ഒരു മാർഗമാണ് ഞാൻ എഴുതിയത്. ഇത് കണ്ടെഴുത്തി പ്ലഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചർച്ച നടക്കണം, ഇതിനെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, പ്രതിപക്ഷമെങ്കിലും ഇത് ടേക്കപ്പ് ചെയ്യണം. ആരും ടേക്കപ്പ് ചെയ്യുന്നില്ല, ആർക്കും താല്പര്യമില്ല. കാരണം ഇത് ആരും വായിച്ചിട്ട് തന്നെ ഇല്ല. കാരണം കേരളത്തിലെ ജലസേചന പദ്ധതികൾ പണി തുടങ്ങിയിട്ട് എത്ര കോടി രൂപ ചിലവായി, എത്രയായി. ഇത് ജനങ്ങളുടെ, എൻ്റെയും നിങ്ങളുടെയും പണമാണെങ്കിൽ പോലും ഞാനും നിങ്ങളും പോലും ഇതിനെക്കുറിച്ച് ബോധേഡല്ല. നമ്മുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ പാമലിൻ ഇഷ്യൂ, അല്ല പാമോയിൽ ഇഷ്യൂ, അല്ലെങ്കിൽ സോളാർ ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിലാണ് നമ്മുടെ താല്പര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. അപ്പം എനിക്കൊരു സങ്കടമായിപ്പോയത് ശരിക്കും. എൻ്റെ ജീവിതത്തിൽ പഠിച്ചൊരു പാഠമാണ്. ഡെവലപ്മെൻറ്റ് ജേർണലിസമൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത് എഴുതിക്കൊണ്ടിരുന്നാൽ നിങ്ങളൊരു നല്ല റിപ്പോർട്ടർ ആവില്ല. ഞാൻ അതുകൊണ്ട് അത്തരം എഴുത്തുകൾ നിർത്തിയെന്നുള്ളതല്ല, എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്, അത്തരം റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട. ഇതല്ല പത്രപ്രവർത്തനത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത്, ഇതല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, ഇതല്ല നിങ്ങളെ ഒരു വലിയ ജേർണലിസ്റ്റാക്കി മാറ്റുന്നത് എന്നുള്ളൊരു പാഠം ഞാൻ അന്ന് പഠിച്ചത് അതിൽ നിന്നാണ്. അടുത്ത റിപ്പോർട്ട് ഞാൻ എന്താ എഴുതിയെന്നറിയോ? അടുത്ത സ്റ്റോറി എഴുതിയത്. അതാണ് രസകരം. ഈ റിപ്പോർട്ടിന് വേണ്ടി ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഞാൻ പല പത്ര ഓഫീസിൽ കയറി ഇറങ്ങി. അതിൻ്റെ രസകരമായ സംഗതി, അന്ന് ടി എൻ ജേക്കബ് ഇറിഗേഷൻ മിനിസ്റ്ററാണ്. ജേക്കബ് ഈ പത്രത്തിൽ വന്ന ഈ ഗ്രാഫ് എൻ്റെ നിന്ന് മേടിച്ചു, അതിൻ്റെ ഒറിജിനൽ മേടിച്ചു. ഞാൻ ചോദിച്ചു എന്തിനാ? ഇതൊന്ന് വരച്ച് എനിക്ക് എൻ്റെ ഓഫീസിൽ വെക്കാൻ വേണ്ടിയാണ്, എൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയാണ്. പുള്ളി അത് ചെയ്തു. മനോരമ തയ്യാറാക്കിയ ഗ്രാഫിൻ്റെ ഒറിജിനൽ പുള്ളി തന്നെ മേടിച്ചിട്ട്, പത്രത്തിൽ വന്ന ഗ്രാഫ് തന്നെയാണ് അത് വാങ്ങിച്ചിട്ട് പുള്ളി അത് അവിടെ ഒരു വരച്ച് പുള്ളിയുടെ ഓഫീസിൽ വെച്ചു. കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. ഈ 10-20 ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയ നഷ്ടത്തിന്റെ കണക്കാണ് പുള്ളി അതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് പുള്ളി ഉണ്ടാക്കിയതല്ല, അതിന് മുമ്പത്തെ സർക്കാർ ഉണ്ടാക്കിയതാണെന്നാണ് പുള്ളി അതിനകത്ത്, അതിൽ പുള്ളി വെക്കത്തില്ലല്ലോ. പക്ഷെ അത് പിന്നെ തുടർന്നു. ആ 20 എന്നുള്ള പിന്നെ 30 40 ഒരു മാറ്റവും വന്നുമില്ല. എല്ലാ റിപ്പോർട്ടും ഇവിടെ വിസ്മരിക്കപ്പെട്ടു. ഇതിനുശേഷം ഞാൻ എടുത്തത് ലോട്ടറിയാണ്. ലോട്ടറി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ്.
കേരളത്തിലെ ലോട്ടറിയിൽ 1ാം സമ്മാനം കിട്ടിയ ആളുകളെക്കുറിച്ച് നേരത്തെ പരമ്പരയൊക്കെ വന്നിട്ടുണ്ട്. ഇതല്ല, ഞാൻ കണ്ടെത്തിയ വിവരം കേരളത്തിലെ കേരള ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം കിട്ടിയ ആളുകൾ ഒരു കുടുംബത്തിലെ ആളുകൾക്കാണ് സ്ഥിരമായിട്ട് 1ാം സമ്മാനം അടിക്കുന്നത്. ഒരു കുടുംബത്തിലുള്ള താങ്കൾക്കറിയാമായിരുന്നോ? ഇല്ല. കേരളത്തിൽ ആർക്കും അറിയത്തില്ലത്. നിങ്ങൾ അന്നത് വാർത്തയായിട്ട് വായിച്ച ചില ആൾക്കാർ ഓർക്കുന്നുണ്ടാവും. ഒരു കുടുംബത്തിൽ തന്നെ 8 10 1ാം സമ്മാനം. ഭർത്താവിന് 1ാം സമ്മാനം, ഭാര്യയ്ക്ക് 1ാം സമ്മാനം, മക്കൾക്ക് 1ാം സമ്മാനം, ബന്ധുക്കൾക്ക് 1ാം സമ്മാനം. വേറെ സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് തന്നെ അടുത്തടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കെല്ലാം സമ്മാനം. ഇത് കോയമ്പത്തൂരും ബോംബെയിലും ഒക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതെന്തൊരു മറിമായോ? കേരള സർക്കാർ എങ്ങനെയാണ് കേരള സർക്കാർ ലോട്ടറിയുടെ കാര്യം, കേരള സംസ്ഥാന ലോട്ടറിയുടെ കാര്യം പറയുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ എങ്ങനെ സംഭവിച്ചു വെച്ചാൽ എനിക്കതറിയത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് ഭാഗ്യക്കുറി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഒരു വ്യക്തിയാണ്, ഇന്നത് പ്രമുഖ നേതാവായി, അതുകൊണ്ട് പേര് പറയുന്നില്ല. അദ്ദേഹം അന്ന് അവിടെ അതിൻ്റെ ഒരു യൂണിയൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം തന്നെയാണ്, അല്ല ഞാൻ പേര് പറയാം കാരണം പുള്ളിക്ക് അതൊരു ക്രെഡിറ്റേ ആകത്തുള്ളൂ. പിന്നെ ഇന്നത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയാണെന്ന് എനിക്ക്, അന്ന് പുള്ളി അവിടെ യൂണിയൻ നേതാവായിരുന്നു. അത് പുള്ളിക്ക് ഡിസ്ക്രെഡിറ്റ് അല്ല, പുള്ളി ക്രെഡിറ്റ് ആകും. കാരണം പുള്ളി അങ്ങനത്തെ സംഭവം പുറത്ത് കൊണ്ടുവന്നുള്ളത് പുള്ളിക്ക് ക്രെഡിറ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പോൾ പുള്ളി അന്ന് എനിക്ക് കൊണ്ട് തന്ന വിവരമാണ് ഇത്. ജോണേ, ഇത് സംഭവം ശ്രദ്ധിച്ചു നോക്കി, കേരളത്തിലെ ലോട്ടറി അടിച്ചിരിക്കും മുഴുവൻ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ. ഞാൻ പറഞ്ഞു അതെങ്ങനെയാ? നമ്മൾ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ എല്ലാം പേരുകൾ, ഇവരെല്ലാം പല സ്ഥലത്തുള്ള ആൾക്കാരാണല്ലോ. അത് സത്യം, അവരാണ് ലോട്ടറി അടിച്ചത്, അവർ തന്നെയാണ്. പക്ഷെ ഇത് മേടിച്ചത് അവരല്ല. അതെങ്ങനെ സംഭവിക്കുക എന്ന് ചോദിച്ചു. ഒരാൾക്ക് ലോട്ടറി അടിക്കുന്നു, വേറൊരാൾ സമ്മാനം മേടിക്കുന്നു. അതാണ് ഇതിന്റെ കഥ, അതാണ് കളി. അപ്പൊ പുള്ളി എന്നോട് എന്റെ വിവരങ്ങൾ തന്നു. ലോട്ടറി യഥാർത്ഥത്തിൽ അടിച്ചവരുടെ വിവരം ആദ്യം തന്നു. രണ്ടാമത് ഇതിന് ശരിക്കും ഇതിന് സമ്മാനം വാങ്ങിച്ചവരുടെ പേര് തന്നു. ലോട്ടറിയുടെ രേഖകളിൽ എന്നോട് പറഞ്ഞു ഈ ലോട്ടറി ഓരോ കേരള ഫയൽ തപ്പിയിട്ട് യഥാർത്ഥത്തിൽ ഇത് സമ്മാനിച്ച് കിട്ടിയത് ആർക്കാണെന്ന് ജോൺ ചെക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഫയൽ വരുത്തി, അതെല്ലാം നമ്മൾക്കത് ഓഫീസ് ആർക്കൈവ്സ് തപ്പിയതെല്ലാം കൃത്യമായിട്ട് കിട്ടുമല്ലോ. ഓരോ വർഷം ഇന്ന മാസങ്ങളിൽ കേരള ലോട്ടറിയുടെ സമ്മാനം കിട്ടിയവരുടെ ലിസ്റ്റ് ഞാൻ ചോദിച്ചു. 1 2 3 സമ്മാനം അത് കൃത്യമായിട്ട് അതിന് മുന്നിൽ വന്നു. ലോട്ടറിയിൽ നിന്ന് ഇദ്ദേഹം തന്നെ എനിക്ക് 1ാം സമ്മാനം 1 2 3 സമ്മാനം കിട്ടിയ കഴിഞ്ഞ 5-6 വർഷത്തെ ആളുകളുടെ ലിസ്റ്റ് മുഴുവൻ പുള്ളി തന്നു. നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ഭൂരിപക്ഷം സമ്മാനങ്ങളും ഈ ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ അടിച്ചവർക്കല്ല, വേറെ ആളുകൾക്കാണ്. അപ്പം ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇത് നികുതി വെട്ടിപ്പാണ് ഇതിൻ്റെ സംഗതി, ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ലോട്ടറി സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം അനീഷ് ലോട്ടറി അടിക്കുന്നു, കേരള ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം അടിക്കുന്നു. അനീഷിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വരുന്നു. അനീഷ് വളരെ ഹാപ്പിയായി, സന്തോഷം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ അനീഷിനെ വന്നിട്ട് അന്വേഷണം പറയുന്നു, അനീഷിന് കേരള സംസ്ഥാനം 1ാം സമ്മാനം കിട്ടിയല്ല, സന്തോഷം, നല്ല കാര്യം. അനീഷിന് എത്ര രൂപ കിട്ടും? അപ്പോൾ അനീഷ് പറയും എനിക്ക് കിട്ടിയത് പിന്നെ 50 ലക്ഷമാണ്, പക്ഷേ എനിക്ക് അതിൻ്റെ 3/2 കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയാ? അതുകൊണ്ട് 10 എത്ര കിട്ടും? 50 ലക്ഷത്തിൽ 32 ലക്ഷം രൂപ എനിക്ക് കിട്ടുകയുള്ളൂ. അനീഷ് എന്തിനാ ഈ 18 ലക്ഷം രൂപ വെറുതെ കളയുന്നത്? അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ലോട്ടറി ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് തരാം. നിങ്ങൾ വലിയ സമ്മാനം, നിങ്ങൾക്ക് ഈ കാശ് ഇത്തരം കാശ് കിട്ടിയത് നിങ്ങൾക്ക് തൽക്കാലം കൈവച്ചിട്ട് എവിടെയെങ്കിലും വല്ല വസ്തുവും വാങ്ങിയാൽ മതിയല്ലോ, അതിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ആ ടിക്കറ്റ് കൊണ്ട് ഞങ്ങൾ സമ്മാനം മേടിച്ചോളാം, നിങ്ങൾക്ക് അടിച്ചു, ഇനി നിങ്ങളുടെ പുറകെ ആരും വരത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ടിക്കറ്റ് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ ചില ബ്ലാക്ക് മണി വൈറ്റ് ആക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിലായിട്ട് ഇത് എൻകാഷ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ചില സമ്പന്നർക്കാണ് ലോട്ടറി ടിക്കറ്റ് അടിച്ചിരിക്കുന്നത് മുഴുവൻ, അവരുടെ മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെയാണ്. ഇത് കൃത്യമായിട്ട് ഇവരുടെ പേര് സഹിതം വന്ന മനോരമയിൽ അന്ന് വാർത്ത കൊടുത്തു. പക്ഷേ ഇതിനകത്ത് നടപടിയൊന്നുമില്ല, കാരണം അവർക്ക് അടിച്ചായിട്ട് റെക്കോർഡ്, അതിനെക്കുറിച്ച് അന്വേഷണത്തിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാൻ. ഇൻകം ടാക്സുകാർ മാത്രം അന്വേഷിച്ചു, ഇൻകം ടാക്സുകാർ പിന്നെ ഇവരുടെ പുറകെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞു. അല്ലാതെ സർക്കാർ ചോദിച്ചു ഞങ്ങൾക്ക് എന്താ കാര്യം, നമ്മൾ സമ്മാനം അടിച്ചു, സമ്മാനം ലോട്ടറി ടിക്കറ്റ് കൊണ്ടുവന്നു, സമ്മാനം കൊടുത്തു. നിങ്ങൾ സമ്മാനം അടിച്ചെന്ന് പറഞ്ഞാൽ ആരുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തു കാണും. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സമ്മാനം അടിക്കുന്നവർ പത്രത്തിൽ അവരുടെ പേര് തന്നെ വരത്തില്ല, അവർ അപ്പം തന്നെ ലോട്ടറി കൈമാറിയിട്ട് ശരിക്ക് യഥാർത്ഥത്തിൽ അടിച്ചവരല്ല, വേറെ ആൾക്കാർ, ആ പത്രത്തിൽ പടം പോലും വരുന്നത് വേറെ ആൾക്കാരുടെയാണ്, ആരിലേക്ക് മാറിപ്പോയി. അപ്പോൾ ഇതൊരു ഭയങ്കര വാർത്തയായിരുന്നു അന്ന്. ഈ വാർത്ത കൈ നനയേണ്ടി വന്നില്ല എനിക്ക്. എൻ്റെ കസാര ഇരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വാർത്തയാണ്. ഇതിനുവേണ്ടി ഞാൻ ഒരിടത്തും പുറത്തു പോകേണ്ടി വന്നില്ല, ഒരാളെ കാണേണ്ടി വന്നില്ല, എല്ലാ ഡീറ്റെയിൽസും എൻ്റെ അടുത്തേക്ക് വരിക. അത് ഭയങ്കര സംഭവമായി. ഇന്നും ആളുകൾ ആ വാർത്തയെക്കുറിച്ച് എന്നോട് പറയും, എന്നാലും അതെങ്ങനെ സംഘടിപ്പിച്ചു, ഇത്രയും കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ച ആൾക്കാരെ കണ്ടുപിടിച്ച്
അവരുടെ ഈ ഇന്ന ആൾക്കാർക്കല്ല അതിന് ഒറിജിനൽ കിട്ടിയത് ആൾക്കാർ വേറെ, സമ്മാനം അടിച്ചവർ നേരെ, കള്ളപ്പണം വെളുപ്പിക്കുക, ഇതെല്ലാം കണ്ടുപിടിച്ച് എഴുതിയ ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടായിരുന്നല്ലോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിന് വേണ്ടി ഞാൻ ആ ജലസേന പദ്ധതിക്ക് വേണ്ടി മുടക്കി കഷ്ടപ്പെട്ടതിൻ്റെ 10 കഷ്ടപ്പെട്ടില്ല. പക്ഷെ അതിനാണ് എനിക്ക് അംഗീകാരം കിട്ടിയത്, അതിനാണ് റേറ്റിംഗ് കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് പത്രപ്രവർത്തനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് ചിലപ്പം വലിയ അംഗീകാരം കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്തതിന് എല്ലാ അംഗീകാരം കിട്ടിയില്ല എന്നുള്ളതല്ലേ നമ്മൾ വിചാരിക്കാതെ ചില അത് വിഷയത്തിൻ്റെയാണ്. ലോട്ടറി ആളുകൾക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് ലോട്ടറി കണ്ണൂർ മാത്രമേ 1ാം സമ്മാനം കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ വടക്കുള്ള ചില ജില്ലകളിൽ അങ്ങനെയൊക്കെ കേട്ടിരുന്നു സാർ. അത് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേരള ലോട്ടറിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള തട്ടിപ്പൊന്നും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒൺസ് അടിച്ചതിന് ശേഷം കണ്ണൂർ മാത്രം കിട്ടിയെങ്കിൽ കണ്ണൂരെ കുറെ ആൾക്കാരായിരിക്കണം അത് ലോട്ടറിയുടെ ഒറിജിനൽ മേടിച്ചുകൊണ്ട് പോയത് എന്ന് ഞാൻ കരുതേണ്ട കാര്യമുള്ളൂ. സാർ പറഞ്ഞ ഈ മാനിപ്പുലേഷൻ കണ്ണൂർ അക്കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് ഈ ലോട്ടറി മുഴുവൻ റെക്കോർഡിക്കലി കിട്ടിയത് മുഴുവൻ കേരളത്തിന് പുറത്തുള്ളവർക്കാണ്. കേരളത്തിൽ ലോട്ടറി അടിക്കുന്നു, പുറത്തുള്ളവർക്ക് സമ്മാനം കിട്ടുന്നു. അതായിരുന്നു കാരണം. ഒരു സ്റ്റേജ് എടുത്താൽ ഒരു 5-8 മാസം തുടർച്ചയായിട്ട് 1ാം സമ്മാനം കിട്ടിയിരിക്കുന്ന കോയമ്പത്തൂരുള്ളവർക്ക്, അല്ലെങ്കിൽ ബോംബെയിലുള്ളവർക്ക്, അല്ലെ ചെന്നൈയിലുള്ളവർക്ക്. ഈ വാർത്തയ്ക്ക് ശേഷമാണ് ഇൻകം ടാക്സ് ഇവരുടെ പിന്നാലെ പോയത്. പിന്നെ അതെന്റെ ശൈലി മാറി. പിന്നെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ലോട്ടറി അടിച്ച ചില ആളുകൾ പേര് വെളിപ്പെടുത്താൻ വൈകുകയും പിന്നെ അവർ പത്രക്കാർ തപ്പിയെടുത്ത് അവർ പിന്നെ കോയമ്പത്തൂരല്ല തിരുനെൽവേലിയിലാണെന്ന് കണ്ടുപിടിച്ച് അവർ പിന്നെ ടിക്കറ്റ് കൊണ്ട് കൊടുത്തപ്പം ഇവർ സംശയം പ്രകടിപ്പിക്കുകയും അതിന് ലോട്ടറിക്കാർ ഇപ്പം അവർ ഒറിജിനൽ ആണെന്നുള്ളതും ഇത് ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മേടിച്ചല്ലെന്നും ഉള്ളതിന് തെളിവ് ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്രോസ് വെരിഫിക്കേഷൻ ഇപ്പം നടക്കുന്നുണ്ട്. ആ വാർത്തയുടെ ഇമ്പാക്റ്റ് ആണ് ശരിക്കും, ഒരു പരിധി വരെ അതൊരു ഇമ്പാക്റ്റ് ആണ്. പക്ഷേ ഈ ലോട്ടറി ഇൻകം ടാക്സ് തട്ടിച്ചവരെതിരെ കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം റെക്കോർഡിക്കലി ടിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നവനാണ് സമ്മാനം. ടിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് മാത്രമേ അവർ നോക്കത്തുള്ളൂ. മനസ്സിലായി. ഇങ്ങനെ രസകരമായ ഒരുപാട് സംഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മനോരമ ആയതുകൊണ്ട് തന്നെ, മനോരമ ആകുമ്പോൾ LDF അല്ലെങ്കിൽ CPM-നെതിരാണെന്നുള്ളൊരു ഫീലിംഗ് അവർക്കുള്ളത് കൊണ്ട് പല പ്രധാനപ്പെട്ട വാർത്തകളും തന്നിട്ടുള്ള വ്യക്തിയാണ് ഈ CPM നേതാവ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുന്നു, വലിയ വാർത്തയാണ്, വേണം നിങ്ങൾ കൊടുത്തു. വേറെ ആരും അറിഞ്ഞിട്ടില്ല.